നാരായണീയം ദശകം 55 കാളിയമർദ്ദനം. ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഭഗവാൻ തൻ്റെ ഭക്തരെ ആദ്യം ഒരു ശിക്ഷകളും നൽകാതെ എല്ലാ കുറ്റകൃത്യങ്ങളും അഥവാ തിന്മകളും ചെയ്യാൻ അനുവദിക്കുന്നു. ഇവിടെ ഉദ്ദേശിച്ചത് മനുഷ്യ മനസ്സിലെ തിന്മകളാണ്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവാം, അത് പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ആവാം. പല വിധത്തിലുള്ള മനസ്സിലെ അടങ്ങാത്ത ആഗ്രഹങ്ങളാണ് മനുഷ്യനെ കൊണ്ട് ഇവയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഭഗവാൻ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അധർമ്മം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന്. എങ്കിലും മനുഷ്യർ തിന്മയിലേക്ക് വീഴുന്നു. അപ്പോൾ ഭഗവാൻ ശിക്ഷകളൊന്നും നൽകാതെ എല്ലാം അനുവദിക്കുന്നു. അങ്ങനെയുള്ള അധർമ്മത്തെയാണ് കാളിയൻ പ്രതിനിധാനം ചെയ്യുന്നത്. തൻ്റെ ഉള്ളിൽ നിറയെ വിഷം വഹിക്കുന്ന കാളിയൻ അത് നേരിട്ട് തുപ്പുന്നത് കൂടാതെ ജലത്തിലാകെയും വിഷമയമാക്കുന്നു. അതായത് തിന്മകൾ ഉള്ളൊരു വ്യക്തി തൻ്റെ ഉള്ളിലെ തിന്മകളിലൂടെ തൻ്റെ ചുറ്റുമുള്ളവരെ കൂടി തിന്മകൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറയാനും പ്രേരിപ്പിക്കുന്നു. ഇവിടെ കാളിയൻ തിന്മ നിറഞ്ഞ മനുഷ്യനും വിഷമയമായ ജലം അവൻ്റെ ഉള്ളിലെ തിന്മകളും അത് കോരിക്കുടിക്കുന്ന ഗോപന്മാർ മറ്റു ജനങ്ങളുമാകുന്നു. അങ്ങനെ വിഷമയമായ ജലം കോരിക്കുടിക്കാത്തവർ പുണ്യമുള്ളവർ. അറിയാതെ ജലം കോരിക്കുടിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഒടുവിൽ എത്തുന്നു. അത് തിന്മകളുള്ളവരെ തകർത്തുകൊണ്ടായിരിക്കുമെന്ന് കാളിയമർദ്ദനം തെളിയിക്കുന്നു. വലിയൊരു സന്ദേശമാണ് കാളിയമർദ്ദനവും അത് കഴിഞ്ഞുള്ള കാളിയ ദർപ്പശമനവും പകർന്നു നൽകുന്നത്. കൃഷ്ണൻ്റെ ഓടക്കുഴൽ നാദം മനുഷ്യന് ആശ്വാസം പകരുന്നു. അത് മനുഷ്യൻ്റെ നിരവധി ആഗ്രഹങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു ആഗ്രഹം സഫലീകരിക്കുമ്പോൾ കാളിയൻ്റെ ഭണം പോലെ മറ്റൊന്ന് പൊങ്ങി വരുന്നു. അവ സഫലീകരിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടുകയും തിന്മകൾ പറഞ്ഞു പരുത്തുകയും തിന്മയിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഇവയ്ക്കെല്ലാമുള്ള ഒരു പരിഹാരമാണ് നിറഞ്ഞ കറതീർന്ന ഭക്തി. നിറഞ്ഞ ഭക്തി ഉള്ളിടത്ത് നിറയെ സ്നേഹവും ഭക്തിയും ബഹുമാനവും മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ എല്ലാത്തിലും നന്മ മാത്രം കാണാൻ സാധിക്കുന്നു. നല്ലത് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ലഭിക്കുകയും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ മഹത്തായ ഒരു സന്ദേശമാണ് കാളിയമർദ്ദനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് പാരായണം ചെയ്യുന്നതിലൂടെ നമ്മിലെ തിന്മകൾ ഇല്ലാതാകുന്നു, ഭക്തി നിറയുന്നു, ഭഗവത് കടാക്ഷം ഉണ്ടാകുന്നു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അധവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിതീരഗനീപതരും വിഷമാരുതശോഷിത പർണചയം അധിരുഹ്യ പദാംബുരുഹേണ ച തം നവപല്ലവതുല്യമനോജ്ഞരുച ഹൃദവാരിണി ദൂരതരം ന്യപത പരിഘൂർണിത ഘോരതരംഗഗണേ ഭുവനത്രയ ഭാരഭൃദോ ഭവതോ ഗുരഭാരവികമ്പി വിജൃംഭിജല പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഝടിതി സ്ഫുടഘോഷവതി അധ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിദ ഭ്രമിതോദര വാരിനിനാദഭരൈ ഉദഗാദുദഗാദുരഗാധിപതി ത്വദുപാന്തമശാന്തരുഷാന്തമന ഭണശൃംഗസഹസ്രവിനിസ്രമരം ജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരദഭണിനം സമലോകയഥ ബഹുശൃംഗിണമഞ്ജനശൈലമിവ ജ്വലദക്ഷി പരിക്ഷരദുഗ്രവിഷം ശ്വസനോഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ അവിലോക്യ ഭവന്തമധാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ
व्रजगेहतलेऽप्यनिमित्तशतं समुदीक्ष्य गदायमुनां पशुपा अखिलेषु विभो भवदीयदशामवलोक्य जिहासुषु जीवभरं भणिबन्धनमाशु विमुच्य जवादुदगम्यद हासजुषा भवता अधिरुह्य तत भणिराजभणान् ननृते भवदा मृदुपादरुचा कलसिञ्चितनूपुरमञ्जुमिळत् करकङ्गणसङ्कुलसङ्क्वणितम् जघृषु पशुपास्तुतुषुर्मुनयो ववृषु कुसुमानि सुरेन्द्रगणा त्वयि नृत्यदिमारुदगेहपते परिपाहि समां त्वमदान्दगतात्. अर्थം അധവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിത തീരകനീപതരും വിഷമാരുത ശോഷിത പർണചയം. കാളിന്തിയിൽ കഴിയുന്ന അതിഭയങ്കരനായ കാളിയനെ അവിടെ നിന്നും സ്ഥിരമായി മാറ്റുവാൻ തീരുമാനിച്ച് കാളിയെ വിഷം കലർന്ന കാറ്റേറ്റ് ഇലകളെല്ലാം കരിഞ്ഞു നിൽക്കുന്ന കടമ്പ് മരത്തിനടുത്തേക്ക് ഭഗവാൻ ചെന്നു. അധിരുഹ്യ പദാംബുരുഹേണ ചത്തം നവപല്ലവ തുല്യമനോജ്ഞരുച ഹ്രദവാരിണി ദൂരതരം ന്യപത പരിഘൂർണിത ഘോരതരംഗഗണേ. ഭഗവാൻ തൻ്റെ പതുപതുത്ത സുന്ദരമായ പാദങ്ങൾ കൊണ്ട് കദംബമരത്തിൽ ചാടിക്കയറി തിരമാലകൾ ഇളകിമറിയുന്ന കാളിന്തി കയത്തിലേക്ക് എടുത്തു ചാടി. ഭുവനത്രയ ഭാരഭൃതോ ഭവതോ ഗുരഭാരവികമ്പി വിജൃംഭിജല പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഝടിതി സ്ഫുടഘോഷവതി. ത്രിലോകങ്ങളെയും ഭരിക്കുന്ന ഭഗവാന്റെ അമിതമായ ഭാരത്താൽ കാളിന്തിയിലെ വെള്ളം ഇളകിമറിഞ്ഞ് വലിയ ശബ്ദത്തോടെ ഉയർന്നു പൊങ്ങി 100 വിൽപ്പാട് വരെ തെറിച്ചു. അധ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരൈ ഉദഗാദുദഗാദുരഗാധിപതി ത്വതുപാന്തമശാന്തരുഷാന്തമന. തുടർന്ന് എല്ലായിടത്തേക്കും ഇളകിമറിഞ്ഞ് ചുഴികളാലും ഏറ്റങ്ങളാലും ഭയാനക ശബ്ദം പുറപ്പെടുവിച്ച കാളിന്തിയുടെ ഉൾഭാഗത്തു നിന്നും വർദ്ധിച്ച കോപത്തോടെ വിവേകശൂന്യനായ കാളിയൻ ഭഗവാന്റെ അടുത്തേക്ക് ഉയർന്ന് പാഞ്ഞു ചെന്നു. ഭണശൃംഗസഹസ്ര വിനിസ്രമരം ജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരത ഭണിനം സമലോകയഥ ബഹുശൃംഗിണമഞ്ജന ശൈലമിവ. സഹസ്രം പത്തികൾ, അതായത് ഫണങ്ങളിൽ നിന്നും കത്തിജ്വലിക്കുന്ന വിഷാഗ്നിയും ഉഗ്രമായ വിഷവും ചീറ്റുന്ന വിഷസർപ്പത്തെ, അനേകം കൊടുമുടികളുള്ള അഞ്ജന പർവ്വതത്തെ എന്നതുപോലെ ഭഗവാൻ കണ്ടു. ജ്വലദക്ഷി പരിക്ഷരദുഗ്രവിഷം ശ്വസനോഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. അതിഭയങ്കര വിഷം വമിക്കുന്ന ആ ഘോരസർപ്പം തീക്ഷ്ണമായ കണ്ണുകളോടെ അനന്തമായ ശക്തിയുള്ള ഭഗവാനെ കടിച്ചിട്ട് കോപം ശമിക്കാതെ അനങ്ങാൻ സാധിക്കാത്ത വണ്ണം ഭഗവാനെ വരിഞ്ഞു ചുറ്റി. അവിലോക്യ ഭവന്തമധാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗദായമുനാം പശുപ. ബാലകനായ ഭഗവാനെ കാണാഞ്ഞ് കാളിന്തി തീരത്തു നിന്ന ഗോപാലകരും ഗോക്കളും വല്ലാതെ ദുഃഖിച്ചു നിന്നപ്പോൾ അമ്പാടിയിലെ ഭവനങ്ങളിലെല്ലാം പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കണ്ട് എല്ലാ ഗോപീഗോപന്മാരും കാളിന്തി തീരത്തിലെത്തി. അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഭണിബന്ധനമാശു വിമുച്യ ജവാം ഉദഗമ്യത ഹാസജുഷാഭവത. അല്ലയോ ജഗന്നാഥ, എല്ലാ ജനങ്ങളും അങ്ങയുടെ അവസ്ഥ കണ്ട് പ്രാണൻ വെടിയാൻ തുനിഞ്ഞപ്പോൾ
പെട്ടെന്നു തന്നെ സർപ്പത്തിൻ്റെ പിടി വേർപെടുത്തി ഭഗവാൻ പുഞ്ചിരിയോടെ ഉയർന്നു വന്നു. അധിരുഹ്യ തഥ ഭണിരാജഭണാൻ നനൃതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂപുര മഞ്ജുമിളത് കരകങ്കണ സങ്കുല സങ്വണിതം. തൻ്റെ പൂ പോലുള്ള മൃദുപാദങ്ങളാൽ കാൽ ചിലമ്പുകൾ കിലുക്കിക്കൊണ്ടും കൈവളകൾ കിലുങ്ങുന്ന തരത്തിലും കാളിയൻ്റെ ഭണങ്ങളിൽ കയറി നിന്ന് പുഞ്ചിരിയോടെ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ജഹൃഷു പശുപാസ്തു തുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതി മാരുത ഗേഹപദേ പരിപാഹി സമാം ത്വമദാന്തഗതാത്. അവിടുന്ന് നൃത്തം ചെയ്തപ്പോൾ ഗോപീഗോപന്മാർ ആഹ്ലാദത്താൽ നൃത്തമാടി. ഋഷിമാരും ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ വിളയാടുന്ന ഗുരുപവനപുരേശ, ഒരു ശമനവുമില്ലാതെ എന്നെ വിഷമിപ്പിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് അടിയനെ രക്ഷിക്കണേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.